കൈകൈ ഒഴിവാക്കി ലിസ്റ്റിൽ നിന്ന്. പക്ഷേ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയാലും പോകുമ്പം കൊണ്ടുപോയതല്ല, ആ പിന്നാക്ക സീറ്റിലേ കയറി കൂടിയതാണ് ആര്, ആ ക്ലീനർ ഇരിക്കണതിൻ്റെ അപ്പുറത്ത് വഴുത് കണ്ടവയിൽ കയറി കൂടി. പിന്നെ ഭരതൻ കണ്ടു വെച്ചാലും മിണ്ടിയില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, അന്തസ്സുണ്ടെങ്കിൽ വരില്ലല്ലോ. പിന്നെയൊക്കെ കൈകേയി ഏതാണ്ട് ഒക്കെ ഒന്ന് പാകപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒന്ന് കുറച്ച് ദിവസം അതിലെ കുഴക്കണോ, അങ്ങനെ 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 എന്ത് നല്ലോണം മാവൊന്ന് പാകപ്പെട്ടിട്ടുണ്ടേ. അപ്പം അതുകൊണ്ട് അങ്ങനെ എന്നിട്ട് പോയിട്ടോ നമ്മളവിടെ ചെന്നിട്ട് ഏട്ടനെ ഇങ്ങനെ കാണും. എന്നിട്ടോ രാമനെ രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസീതവുമാലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു. അങ്ങനെയാപ്പം പതിവ്. ഏട്ടൻ എങ്ങനെയാ കാട്ടി കഴിയുന്നത്? അമ്മട്ടിൽ ഞങ്ങൾ കാട്ടിക്കിങ്ങോട്ട് പോവും. എന്നിട്ട് ഏട്ടൻ ഇങ്ങോട്ട് വരണത് വരെ വെറും നിലത്തെ കിടക്കുള്ളൂ. മഹർഷിമാരുടെ മാതിരി കഴിക്കുക എന്താ, മോരൊഴിച്ച് കൂട്ടാൻ കൂട്ടിയിട്ടോ ചോറുണ്ണേ? ഇല്ല. എന്തേ ഉള്ളൂ, മൂല ഫലങ്ങൾ ഭുജിച്ചു, വല്ല കായ കിഴങ്ങൊക്കെ തിന്നും. അത് കഴിഞ്ഞ് ഭസീതവും ആലേപനം ചെയ്തു, ഭസ്മക്കുറിയൊക്കെ വരച്ച് കൂട്ടുകുറി ഇട്ടിട്ട് ജടയൊക്കെ കെട്ടിയിട്ട് മരവുരിയൊക്കെ ചുറ്റി അങ്ങനെ കഴിയുള്ളൂ. ഏട്ടൻ വരുന്നത് വരെ അങ്ങനെയാണ് ഞങ്ങളുടെ സമ്പ്രദായം. ഈ നമ്മൾക്ക് പഠിച്ചു വെച്ചിട്ടില്ലേ, അതന്നെ. ആരുടെ കയ്യിൽ? ഭരതൻ അങ്ങനെയാ പറഞ്ഞു, നമുക്ക് പോവാമെന്നും പറഞ്ഞു. അപ്പോഴേക്ക് ഇത് കേട്ടപ്പോഴേക്ക് മന്ത്രിമാർക്കൊക്കെ വല്ലാത്തൊരു ഇങ്ങനെയുണ്ടോ കുട്ടി, ഇവരൊന്നും വിചാരിക്കുന്നില്ലല്ലോ ഇതിൻ്റെ ഒരു മഹിമേ, വലിയ കഥയായി. അപ്പോൾ എന്താണ്ടായി നിശ്ചയുണ്ടോ, ഈ ഭരതൻ ഇങ്ങനെയൊക്കെ വർത്തമാനം പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് ഭരതൻ ഇപ്പം മന്ത്രിമാർ ഭരതനെ കാണാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായ മീറ്റിങ്ങിൻ്റെ കാര്യം അപ്പം പറഞ്ഞതേ. ഒരു ദിവസം ഭരതൻ എന്ത് ചെയ്തു, 10-14 ദിവസമായില്ലേ പുറത്തേക്കൊന്നും പോവാറില്ല, പോവാൻ തോന്നുന്നില്ല. പോയാൽ തന്നെ വല്യമ്മയുടെ അടുത്തുനിന്ന് പോയി നമസ്കരിച്ച് പോരേ പതിയുള്ളൂ. വല്യമ്മയും ചിറ്റയും അവിടെ ഉണ്ടാവുമല്ലോ, അതായത് പേരശ്ശിയും ചിറ്റയും കൗസല്യ പേരശ്ശി ഉണ്ടാവും, കൂടെ ചിറ്റ ഉണ്ടാവുമല്ലോ. അവിടെ നിന്ന് തൊഴും ഇങ്ങോട്ട് പോരും, അവിടെ നിന്ന് തൊഴും ഇങ്ങോട്ട് പോരും. ഇതേപ്പോൾ ഒരു പുറത്തേക്ക് പോക്കുള്ളൂ, വേറെ എവിടേക്കും പോവാറില്ല. അപ്പോഴാണ് ആദ്യമായിട്ടൊന്ന് ഈ സഭാവാസികൾ വിദ്വാൻമാരെല്ലാവരും ഉണ്ടാവില്ലേ, അവരെയൊക്കെ ഒന്ന് കാണാനിരിച്ച് വെറുതെ ഒന്ന് സഭയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചതാണ് ആര്, ഭരതൻ. അച്ഛനുള്ള കാലത്ത് അച്ഛൻ്റെ അടുത്തേക്ക് പോകാനൊക്കെ ആയിട്ട് പോവുക എന്നല്ലാതെ കണ്ട് സഭയിലേക്ക് വരുടെ കാര്യത്തിന് ആരും പോവാറില്ല, കുട്ടികളൊന്നും പോവാറില്ല. അപ്പം അന്ന് എന്തേണ്ടായി വെച്ചാൽ അങ്ങോട്ട് കയറി ചെന്ന സഭയിലേക്ക് കയറിയപ്പം തുര്യഘോഷം, തുര്യം ചുവന്ന ശംഖം തുര്യം മൃദംഗം എന്നൊക്കെ പറഞ്ഞ വാദ്യങ്ങളാണ് ഗംഭീരമായിട്ട് അങ്ങോട്ട് കൊട്ടി. അമ്പോ ആകാശം മുഴങ്ങണ ജാതിയിലാണ് ഗംഭീരം മേള ഉണ്ടായത്. ഭരതം ശോകസന്തപ്തം ഭൂയ ആയി, പൊതുവേ ദുഃഖമായിട്ട് നടക്കുകയാണ് ആര്, ഭരതൻ. ആ ഭരതൻ്റെ ഈ ദുഃഖത്തിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം ഈ കൊട്ടി ഘോഷിക്കണതിൻ്റെ ഒരു അത് കേട്ടപ്പോൾ ഒന്നുകൂടി അങ്ങോട്ട് ദുഃഖം അങ്ങോട്ട് കൂടി. ദുഃഖം കൂടിയപ്പോൾ എന്താണ്ടായെന്നറിയൂ, ഭരതൻ ഈ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു മോഹാലസ്യം പോലെ, എന്താ ബുദ്ധി നേരെ നിൽക്കണ്ടേ, മോഹാലസ്യം പോലെയേ. അങ്ങനെ ഒന്നും ഇങ്ങോട്ട് ഉണർന്നിട്ട് പറഞ്ഞു, നിർത്തുക അവിടെ, എന്താ ഇവിടെ ചോദിച്ചു ആരോട്, നിർത്തോ, ഉറക്കെ കിട്ടും പറഞ്ഞു, കൊട്ടൊക്കെ അങ്ങ് നിർത്താൻ പറയും. അപ്പോൾ അവർ മേളക്കാരെന്ത് ചെയ്തു, പെട്ടെന്ന് നിർത്തിയിട്ട് എന്താ അത്, സാധാരണ രാജാക്കന്മാർ വരുമ്പോൾ കൊട്ടുമ്പോൾ പറയും നല്ലോണം കൊട്ടാനാ പറയുക, എന്താ കാരണം നല്ലോണം അറിയട്ടെ വന്ന വിവരം എന്ന്, അങ്ങനെയല്ലേ പറയും, നിർത്തോ എന്താ അത്. അപ്പോൾ നമുക്ക് ഭരതനോ പറഞ്ഞൊരു വാചകം, നാഹം രാജാവല്ല ഞാൻ, നിങ്ങൾ എന്ത് ചേട്ടാ കൊട്ടണത് ചോദിച്ചു. ആരോട് അല്ലേ, അങ്ങനെ രാജാവല്ലെങ്കിലും ഇടയ്ക്ക് രാജാവിൻ്റെ മാതിരി മറ്റുള്ളവർ പെരുമാറുമ്പം പൊതുവെ ആൾക്കാരെന്ത് ചെയ്യും, ഒന്ന് നിന്നു കൊടുക്കും. എന്തിന്, പെരുമാറിക്കോളൂ, എന്തിന്, ഉള്ളിലൊരു മനസ്സിലാവണില്ലേ പറയുന്നത്. രാജാവല്ലെങ്കിലും രാജാവിനെ പോലെ ആരെങ്കിലും പെരുമാറിയാലും ചിലപ്പം രാജാവല്ലാത്തവൻ ആ ഒരു മോഹം ഉള്ളിൽ ഉണ്ടാവുകൊണ്ട് ചിലപ്പോൾ ഒക്കെ ഒന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ഭരതനെ നിന്നു കൊടുത്തുവോ എന്നുവെച്ചാൽ ഭരതൻ്റെ സൂക്ഷ്മ സ്വഭാവ പറയണതേ. ഭരതൻ എന്താ പറഞ്ഞത്, നാഹം രാജേതി ചാപ്യുക്കുതുവാ ശത്രുഘ്നമിതമബ്രവീൽ, ഞാനേ രാജാവല്ല എന്ന് പറഞ്ഞിട്ട് ശത്രുഘ്നോട് പറഞ്ഞു, പശ്യ ശത്രുഘ്ന, ഉണ്ണി ഒന്ന് നോക്കുണ്ണി, എന്താ ഇപ്പം കാണുന്നത്, കൈകേയ്യ ലോകസ്യ അപകൃതം, ആ കൈകേയി കാരണല്ലേ നമ്മളിങ്ങനെ നാണം കെട്ടുപോയത്, ആൾക്കാർ ചെയ്യണത് നോക്കും നമ്മുടെ നേരെ, എന്തൊരു നാണം കേടാതെ ഇല്ലേ. ഈ സഭയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കൊട്ടേണ്ട വല്ല കാര്യമുണ്ട്, ഞാൻ രാജാവാണ് അത്രേ. ആ എന്തല്ല ഉണ്ണി പുറത്തിറങ്ങാൻ പറ്റാണ്ടേ, ആര് പറഞ്ഞു, പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റാണ്ടേ, ഇവരിങ്ങനെ ഈ ജാതി കൈകൈ ചെയ്തൊരു ദുഷ്ടതേ, ഒന്നും പറയണ്ട, എന്തല്ലേ കഥ, വിസർജ്യമയി ദുഃഖാനി രാജ ദശരഥോ, എന്നെ എന്തിനാ അച്ഛ ഈ ദുഃഖത്തിൽ അച്ഛൻ അങ്ങോട്ട് പോയത്, അച്ഛൻ്റെ ചപക്കി ഗതികേട് ഉണ്ടാവുമോ,
അതല്ലേ ഇപ്പം ആളോട് ഇങ്ങനെ എന്തോ ഒരു ദുരിതം വല്ലാതെ അമ്മയൊന്നും പറയണ്ട. തസ്യേഷാ ധർമ്മരാജസ്യ ധർമ്മമൂലം മഹാത്മന പരിഭ്രമതി രാജശ്രീർ നൗരിവാകർണികാജലേ. എല്ലാം കൈവിട്ട് പോയി കുട്ടിയെ. എന്താ പറയുക, ഈ നമ്മുടെ മരത്തിരിക്കണ മറ്റേ സാധനം പൊട്ടിപ്പോയാൽ കപ്പലെങ്ങട പോവുക? എങ്ങോട്ട് പോവില്ലേ? പായ കപ്പല കാറ്റിനനുസരിച്ച് പോണ മാതിരി പോവല്ലേ ഇത്? കഷ്ടം തന്നെ, കഷ്ടം എന്ന് പറഞ്ഞു. അങ്ങനെ അതായത് ഒരു നേരം പോക്കായിട്ടോ ഒരു അബദ്ധത്തിൽ പോലും രാജാവേ എന്ന് ഭരതനെ വിളിക്കണത് ആരാഗ്രഹിക്കണില്ല. അതാണ് ആ കുട്ടിയുടെ മിടുക്കേ. ആ ഉള്ളിൽ പോലും ഒരു ലെവലേശ മോഹൽ. എന്ത് ഏട്ടൻ്റെയാണേ, വെറുതെ എന്തല്ലേ പറയുക. രാജാവേ എന്നങ്ങനെ വിളിച്ചാൽ ഭരതൻ്റെ കയ്യിൽ നിന്ന് കിട്ടൂട്ടോ. വെറുതെ വിളിക്കാൻ പോകണ്ട. അവിടുന്ന് കണ്ടാലും ഭരതനെ രാജാവേ എന്ന് വിളിക്കരുത്. എന്താ വെച്ചാൽ അത്രയ്ക്ക് പിടിക്കണില്ലേ ആർക്ക്? ഭരത്. അപ്പോൾ ഈ മഹർഷിമാരും വസിഷ്ഠർക്കൊക്കെ വല്ലാത്തൊരു സന്തോഷം. ഇങ്ങനെ ഈ രാജാവിൻ്റെ മക്കൾ വല്ലാത്ത ജാതി മക്കളാ. ആരുടെ? ഈ ദശരഥ മഹാരാജാവ് 4 മക്കളെ കണ്ട്. ഈ വസിഷ്ഠർക്കൊക്കെ എന്തൊരു ബഹുമാന കുട്ടികളോടൊന്നും അറിയൂ, ഒന്നും പറയണ്ട. ആരാ കേമെന്ന് ചോദിച്ചാൽ കാട്ടിക്ക് പോകാൻ ഉന്തിത്തള്ളിപ്പോയി ആദ്യത്തെ മോനും, എന്തേ കാട്ടിക്ക് പോയിട്ട് ഉന്തിത്തള്ളി കൊണ്ടുവരാൻ പുറപ്പെടുന്ന 2ാമത്തെ മോനും. എന്താ പറയേണ്ട വിഷയമില്ല. അവരാരും ഭരതനെ എതിർത്തില്ല. എന്താ കാരണം? എങ്ങനെ എതിർക്കുക? ഇങ്ങനെ ഒരു മനസ്സുള്ളൊരു ഉണ്ണിയുടെ ഈ നിഷ്കളങ്കമായ ഭക്തിയും ഭാവവും നന്മയും ധർമ്മവും കളയണമെന്ന് പറയാൻ പറ്റുമോ? തോന്നുമോ? വിവരമുള്ളവർക്ക് തോന്നുന്നു. ഇല്ല, വസിഷ്ഠരൊക്കെ നല്ല വിവരമുള്ള ആളല്ലേ. അദ്ദേഹത്തിന് തോന്നിയില്ല. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ദത്തരീശ എല്ലാവരും വന്ന് കൂടിയിരിക്കുന്ന സമയത്ത് പറഞ്ഞു, നമുക്കെന്നാ പോവുക, ഇത്രയേ ഉള്ളൂ. എന്താ വെച്ചാൽ ഈ അമ്മ ചെയ്ത പാപം കാരണം ഉണ്ടായ ദുരിതമാണ്. വഴി വെട്ടണവരൊക്കെ വഴി നേരെയാക്കി വന്നപ്പം ദശരഥൻ്റെ പുത്രനായ ഭരതൻ അവിടുന്ന് പോവുക. അദ്ദേഹം പറഞ്ഞു, ഈ മന്ത്രിമാരോടൊക്കെ പറഞ്ഞു, ഞാനേ രാജ്യം തട്ടിയെടുക്കണ ഒരു കള്ളനല്ല ഞാൻ, അത് ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് കാട്ടിക്ക് പോവുക എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി കാട്ടിക്ക് പോകാൻ പുറപ്പെട്ടു. കാട്ടിക്ക് പോകാനായിട്ട് പുറപ്പെട്ട ഇവരെ വലിയ രാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി പോകുമ്പോൾ ഇവർ 3 ആളല്ലേ ഉള്ളൂ. ഇതാണെങ്കിൽ ഇപ്പോൾ വലിയൊരു എന്താ പറയുന്നത്, ഒരു സന്നാഹ പോണതേ കാട്ടിലേക്ക്. 1-2 ആൾ പോണ മാതിരി അല്ലല്ലോ. ഒരു 10 ലക്ഷം ആൾ ഒന്നിച്ചങ്ങോട്ട് പോയി എങ്ങനെ ഉണ്ടാവും? ആകെ ഒരു ഇതുണ്ടാവും. ഇപ്പം നമ്മുടെ നാട്ടിൽ വലിയ തൃശ്ശൂർ പൂരമൊക്കെ കഴിഞ്ഞാൽ അടുത്ത വല്ല വാഴത്തോട്ടമൊക്കെ തന്നെ എങ്ങനെ ഉണ്ടാവും? പൂരപ്പറമ്പിൻ്റെ അടുത്ത് വല്ല വാഴത്തോട്ടോ വല്ല നെൽവയലോ വല്ല കപ്പ കൃഷിയുള്ള പറമ്പൊക്കെ ഉണ്ടെങ്കിൽ ഉത്സവം കഴിഞ്ഞതിൻ്റെ പിറ്റേന്നാൾ എങ്ങനെ ഉണ്ടാവുക പറമ്പ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. വാഴയ്ക്ക് വല്ലതിന് ഇല ഉണ്ടാവുമോ, തണ്ട് ഉണ്ടാവുമോ, തെങ്ങിൻ്റെ തൈക്ക് പട്ട ഉണ്ടാവുമോ, അല്ലെങ്കിൽ കപ്പയ്ക്ക് കമ്പ് ഉണ്ടാവുമോ? ഒക്കെ ആളുകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചും വലിച്ചും പൊട്ടിച്ചും ചവിട്ടിയും തേച്ചും അങ്ങോട്ട് ചതച്ച് ചമ്മന്തിയാക്കിയിട്ട് വാന കരിമ്പ് തോട്ടത്തിൽ ഇറങ്ങിയ മാതിരി പെരുമാറി. അപ്പം ഇത്രയും ആൾക്കാർ കാട്ടിക്ക് പോകുമ്പോൾ കാടെങ്ങനെയാവും? ഒരു മർദ്ദിതമായി തീരില്ലേ കാട്, വനം. അതാണ് ഭരതസ്യതോ തസ്യാജ്ഞാം പ്രതിഗൃഹ്യ ച ഹരിഷിത രഥം ഗൃഹീത്വാ പ്രയയൗ യുക്തം പരമവാജിഭി. ഇതിങ്ങനെ കേട്ടപ്പോൾ കാട്ടിക്ക് പോവാന്ന് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യാണ്ട് ഒരാളുണ്ടാക്കൂട്ടത്തിൽ. മറ്റവർക്കൊക്കെ സന്തോഷമായിച്ചാലും ഇരിക്കപ്പുറത്തില്ലായ ഉണ്ടായി ഒരാൾക്ക്. അതാർക്കാന്നറിയൂ? സുമന്ത്രർക്ക്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടോ? പണ്ട് ഞാൻ ഇവിടെ നിന്നോട്ടെയോ എന്ന് ചോദിച്ചിട്ട് സമ്മതിക്കാതെ ഉന്തി തള്ളി പറഞ്ഞയച്ച് പോന്ന് നിലവിളിച്ച് പോകുന്നൊരു ഓർമ്മയുണ്ട്. ഇനിയിപ്പോൾ എങ്ങടാ പോണത്? ഇപ്പം ഏതാണ്ട് എത്ര ദിവസമായിട്ടുണ്ടാവും? ദശരഥ മഹാരാജാവിൻ്റെ മുമ്പിൽ നിന്ന് മകനെയും കൊണ്ട് കാട്ടിക്ക് പോയി കാട്ടിലാക്കി അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഏതാണ്ട് എത്ര ദിവസമായിട്ടുണ്ടാവും? 14 ദിവസം. ഇദ്ദേഹത്തിൻ്റെ ഭരതൻ വന്നിട്ട 14 ദിവസം. ഇത് ശവദാഹം കഴിഞ്ഞിട്ട് 14 ദിവസത്തെ പിണ്ടാണല്ലോ പറഞ്ഞത്. അപ്പം അതിൻ്റെ മുമ്പിൽ 14 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദശരഥൻ മരിച്ചൊരു 10-28 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പം വഴി വെട്ടണവരോടും കുറച്ച് ദിവസം വഴി നന്നാക്കാനൊക്കെ അത് ഓരോന്നൊരു മാസം കൂട്ടിക്കോളൂ. എന്നാലും ഒരു 1-2 മാസം ഇപ്പം എന്തായിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഏതാണ്ടൊക്കെ അത്രയൊക്കെ ആയിട്ടുണ്ടാവും. കുറച്ച് സമയമൊക്കെ ആയിട്ടുണ്ടാവുകയെ. അപ്പോൾ രാജാവ് ഈ വിധത്തിൽ രാജാവായിട്ട് വാഴിക്കാൻ പോവുകയാണ്. ഏട്ടനെ എന്നൊരു സന്തോഷം ആരുടെ ഉള്ളിലുണ്ട്. എന്താ വെച്ചാൽ ഭരതനെ സംബന്ധിച്ച് പറയുക വെച്ചാൽ തൻ്റെ ഈ ചീത്തപ്പേരൊന്ന് പോകണമെങ്കിൽ എന്താവണം? സ്വതന്ത്രമായിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ലോകത്തൊന്ന് നടക്കണമെങ്കിലും ഇരിക്കണമെങ്കിലും എന്ത് വേണം? ജ്യേഷ്ഠൻ ഇവിടെ വരണം, രാജാവായി വാഴണം. തനിക്കും സമാധാനമുണ്ട്, ലോകത്തിൽ സന്തോഷമായിട്ട് നടക്കാനുള്ള സൗകര്യവും ഉണ്ട്. ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല. ജ്യേഷ്ഠനെ വാഴിച്ചതുകൊണ്ടുള്ള ധർമ്മം തനിക്ക് ഉണ്ടാവുകയും ചെയ്യും. തനിക്കതിൽ മോഹമില്ലല്ലോ. ആയിക്കോട്ടെ, എല്ലാവരും പറഞ്ഞ് തീരുമാനിച്ചു. അങ്ങനെ അവരെ പോന്നു. വലിയ ചതുരംഗസേനയോട് കൂടി പോന്ന് ഗംഗയുടെ കരയിൽ ശൃംഗവേരപുരം എന്ന് പറഞ്ഞില്ലേ, അവിടെ എത്തി. ഇവർ പോകുന്ന വഴി കൂടി തന്നെയാണ് പോകുന്നത്. അതാരായിരിക്കും അപ്പോൾ മുമ്പിൽ കൊണ്ടുപോകുന്നത്? അതേ വഴി കൂടെ രാമനും ലക്ഷ്മണനും മുമ്പ് പോയ വഴി കൂടി തന്നെ അവർ വന്നത്. അപ്പോൾ അതാരായിരിക്കും വഴികാട്ടി?
സുമന്ത്രരാണല്ലോ മുമ്പ് ഈ കൊണ്ടുപോയൊക്കെയുള്ള ശീലമുള്ള അപ്പോൾ സുമന്ത്രർ ഇവരെങ്ങനെയാവും കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പം അവിടെ ഈ ശൃംഗവേരപുരത്ത് എത്തിയപ്പം ശൃംഗവേരപുരത്തേക്ക് ഈ ചതുരംഗണി സേനയും ഭരതനും കൂടി കയറി വന്നപ്പം ഗുഹൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ, അവരങ്ങനെ നിരീക്ഷിച്ചു. മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടും മറ്റേതിൻ്റെ മുകളിലൊക്കെ കയറി നിരീക്ഷിച്ചു. സംശയം ഉണ്ട് അവർക്ക്. എന്താ സംശയം? എന്തിനപ്പം ഈ വരവ്? എന്തിനായിരിക്കും? രാമൻ കാട്ടിക്ക് പോയ കാര്യമൊക്കെ നമുക്കറിയാം എന്തിനാണെന്ന്. ഭരതനാണ് രാജാവാൻ പോണെന്ന കാര്യം അറിയാം. അപ്പം ഭരതനാണ് ഇപ്പോൾ വരണത്. എന്തിനായിരിക്കും? സാമാന്യൻ എന്തിനായിരിക്കും? കാട്ടിലിരിക്കണ രാമനെ ഇല്ലേൻ്റെയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയല്ലേ വിചാരിക്കുക. ഒരു സംശയം തോന്നി അവർക്ക്. ഗുഹൻ്റെ ആൾക്കാരോട് പറഞ്ഞു, എന്നാരും പണിക്ക് പോണ്ടെന്ന് പറഞ്ഞു. ഇന്ന് കുത്തി തുഴയാനൊന്നും ആരും പോകണ്ട. നമുക്ക് തോണി തുഴയിലും കുത്തി തുഴയിലേക്ക് എന്നാരും പണിക്ക് പോകണ്ട, എല്ലാവരും ഇവിടെ ഇരുന്നോളൂ. അത്യാവശ്യം വല്ലതും വരികച്ചാൽ ഞാനൊരു മെസ്സേജ് ആ ഗ്രൂപ്പിലിട്ടും. അപ്പം എല്ലാവരും വന്നോളണം എന്നുവെച്ചാൽ അർത്ഥം ഞാനൊരു സന്ദേശം തരാം, അതിനനുസരിച്ച് എല്ലാവരും വന്നോളണം. ഇനി അതല്ല, ഞാൻ ചെന്ന് നോക്കിയിട്ടേ ഈ ഭരതൻ്റെ അടുത്ത് നോക്കിയിട്ട് നല്ല മട്ടും മാതിരിയെ കുട്ടിക്കേം കണ്ടാലോ മിണ്ടാണ്ടിരുന്നോളൂ. ഞാൻ മിണ്ടില്ല, എൻ്റെ മെസ്സേജൊന്നും ഉണ്ടാവില്ല. മനസ്സിലാവണില്ലേ? അപ്പോൾ അതുകൊണ്ട് നല്ല നോക്കട്ടെ, ഞാൻ മട്ടുമാതിരിയൊക്കെ ഞാൻ ഇന്ന് ചെന്ന് നോക്കിയിട്ട് വിവരം നിങ്ങൾക്ക് അതാത് സമയത്ത് അറിയാം. എന്നാലും നിങ്ങൾ തയ്യാറായി നിൽക്കണേ. ഞങ്ങൾ ഇന്ന് പണിക്ക് പോകണില്ല. അവനെല്ലാവരും തയ്യാറായിട്ട് കാത്തിരുന്നു. അപ്പോഴാണ് ഗുഹൻ്റെ അടുത്തേക്ക് ആര് വരണത്? ഈ ഭരതനും ശത്രുഘ്നും കൂടി നേരെ അങ്ങോട്ട് ചെന്നു. അപ്പോൾ സുമന്ത്രത് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. ദേഹാണ് ഇവിടുത്തെ ആര്? ആ നടുക്ക നിൽക്കണ ആളില്ലേ, നീളം കൂടിയാള്, ദേഹാണ് ഇവിടുത്തെ എന്താ രാജാവ്. അതെയോ? അദ്ദേഹത്തിൻ്റെ കൂടെ മിണ്ടിയും അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചത് അദ്ദേഹത്തിനെ. ഭരതൻ അങ്ങോട്ട് ചെന്നിട്ട് ഒറ്റാപ്പിടുത്തം. ഗുഹ ഞെട്ടിപ്പോയി, ശ്വാസം വിട്ടുപിടിക്കാൻ പറ്റിയില്ല. ആരെ നിരീക്കണത് എങ്ങനെ പിടിക്കുന്നു? പെട്ടെന്ന് ഇങ്ങോട്ട് പിടിച്ചപ്പോളേ ഗുഹൻ വല്ലാണ്ടേ. അയ്യോ മഹാരാജ്, കുമാര എന്ന് വിളിച്ചു. അയ്യോ ഒന്നുമില്ല ചാ, അങ്ങേയല്ലേ കെട്ടിപ്പിടിച്ചത് എൻ്റെ ഏട്ടൻ. ഞാനും പിടിക്കട്ടെ. എന്താ കാരണം? ഏട്ടനെ പിടിക്കാൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഏട്ടനെ പിടിച്ചാണെങ്കിലും വല്ലാത്തൊരു ഭാഗ്യം. അങ്ങ് എന്തോ ഒരു ഭാഗ്യവാനാണ്. ഗുഹ കുറച്ച് നേരത്തേക്ക് അന്താളിച്ചു പോയി. എന്തൊരു ജാതി കുട്ടിയാണ് ഈ കുട്ടി ഇല്ലേ? രാമനെയും ലക്ഷ്മണനെയും നല്ലോണാകുമ്പോൾ ഓരോ നിശ്ചലുള്ള ആളാണ് ഗുഹൻ. പക്ഷെ ഈ ഭരതനെ കുറിച്ചൊരു ശങ്കയുണ്ടായിരുന്നു. ഇപ്പം അതെന്തായി? തീരുമാനം. അയ്യോ എന്തൊരു ഉണ്ണി, അയ്യോ എന്താ പുറപ്പെടാൻ നിങ്ങളുടെ ചോദിച്ചു. ഒന്നും പറയണ്ട, അങ്ങക്കെ നിശ്ചല്യേ. എൻ്റെ വല്യേട്ടൻ ഇവിടെ വന്ന് താമസരല്ലേ പോയത്. ആ വല്യേട്ടനെ കാട്ടിക്കപ്പോൾ എൻ്റെ അമ്മ കൈകെ ദുഷ്ടത കാണിക്കുക കാരണം എന്തൊക്കെയാ പറയണ്ടു. എന്നെ രാജാവാക്കാൻ അച്ഛൻ പോയി, ജ്യേഷ്ഠൻ പോയി, അനാഥനായി ഗുഹ. ഞാൻ ആരും കരഞ്ഞു. പാവം കുട്ടി, വല്ലാത്ത കഷ്ടമുള്ള കുട്ടിയാണ്. പുറത്ത് സാരല്ലേ ഉണ്ണി, കരയണ്ട, കേട്ടിനും പരിഹാരം ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അയോധ്യയിലെ രാജാവായി വാഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ഏട്ടൻ അഭിഷേകം കണ്ട് കഴിഞ്ഞാൽ ഞാൻ ഏട്ടൻ്റെ വേഷത്തിൽ എങ്ങോട്ട് പോവും? കാട്ടിക്ക് എങ്ങോട്ട് പോകും? എന്താ അച്ഛൻ്റെ കാര്യം അങ്ങനെയാണേ, അത് തെറ്റിക്കാൻ പാടില്ല. ഞങ്ങൾ മക്കളെ വേണം പരിപാലിക്കാൻ. ഞാൻ കാട്ടി പോയിട്ട് അങ്ങനെ ഏട്ടൻ്റെ മട്ടിൽ വാഴ. അപ്പം ഞാൻ ഇന്ത്യ വരൂ കേട്ടോ. ആരോട് പറഞ്ഞു? ഗുഹ ഇങ്ങനെ ചിന്തിച്ചു. പാവം കുട്ടി, മഹാനിഷ്കളങ്കനായിട്ട്. എന്തൊരു നല്ല സമ്പ്രദായമല്ലേ. ഗുഹന് വലിയ സന്തോഷമായി. ഗുഹൻ എന്ത് ചെയ്തു? ഭക്ഷണവും പദാർത്ഥങ്ങളൊക്കെ കൊണ്ടുവന്നു. ആ ക്ഷീണുണ്ട് ഉണ്ണി, ആഹാരമൊന്നും കഴിക്കാതെ ക്ഷീണിച്ചിരിക്കണോ? ഇപ്പം ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ണാണ്ട നടന്നാലോ? കഴിക്കോ, അത് കഴിക്കോ, ഇത് കഴിക്കോ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കിതൊന്നും കഴിച്ചാൽ നേരെയാവില്ല. എൻ്റെ വല്യേട്ടനെ കണ്ട് തൊഴാതെ എനിക്ക് വെള്ളം കുടിക്കാൻ പോലും സാധിക്കില്ല. അയ്യോ ഇതെന്താപ്പത് ഇങ്ങനെ അല്ലേ? വല്ലാത്ത കഥ തന്നെ കോറ പറഞ്ഞു. അങ്ങനെ ആ ഗുഹന് ഭരതനെ ഇട്ട് കൂടിയപ്പം സന്തോഷം അങ്ങോട്ട് എന്താ പറയേണ്ടത്, വലിയ സന്തോഷമായി. അതുകൊണ്ട് തന്നെ ഗുഹൻ്റെ ആൾക്കാരോടൊന്നും എന്ത് പറഞ്ഞില്ല. അല്ല, ഇദ്ദേഹം ചതുരംഗപ്പട്ടാളത്തോടു കൂടി വന്ന് രാമനെ നശിപ്പിച്ച് നിത്യമായി രാജാവായിട്ട് വാഴണമെന്ന് മോഹിച്ചു വന്ന ദുഷ്ടനല്ല ആര്? ഭരതൻ എങ്ങനെയുള്ളവനാണ്? വലിയൊരു മഹിമയായിട്ട് വന്ന കുട്ടിയാണേ. ഗുഹൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ധർമ്മ സമ്പ്രദായക്കാരനെ കണ്ടിട്ടുമില്ല. വല്ലാതെ പോയി. ഗുഹനോ സന്തോഷം കൊണ്ട് പോയി വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നു. അപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ഗുഹനോട് ചോദിച്ചു, വല്യേട്ടൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെ ഉണ്ടായത്? ഇവിടെ നിന്നൊക്കെ വല്ലതും കഴിച്ചോ? ഇവിടെ ഇരുന്നോ? ഇവിടെ താമസിച്ചോ? എങ്ങടാ പോയത്? ഏത് വഴിയാണ് പോയത്? എന്താ ഉണ്ടായത്? അപ്പോൾ ഈ ഗുഹൻ പറഞ്ഞു, ഒന്നും കഴിച്ചില്ല. ഞാൻ പല ജാതി സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. കഴിക്കൂ, ഇത് കഴിക്കൂ, ഇത് കഴിക്കാമല്ലോ, ഇതിപ്പോൾ അങ്ങനെയുള്ളത് കഴിക്കാം, ഇത് ഇവിടെ അടുക്കളയിൽ ഉണ്ടാക്കിയതൊന്നുമില്ല, ഇത് പഴാണേ, കായയാണേ, കിഴങ്ങാണേ. അദ്ദേഹം ഒന്നും കഴിച്ചില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇല്ല ഞാൻ
ഞങ്ങളിങ്ങനെ നാട്ടിൽ നിന്നൊന്നും കഴിക്കാൻ പാടില്ല എന്നുണ്ട്. ഞാൻ ഇനിയിപ്പം കാട്ടിലെത്തിയിട്ടേ വെള്ളം കുടിക്കുള്ളൂ, അതുകൊണ്ട് ഇന്ന് ഇനി ഒന്നുമില്ല എന്നും പറഞ്ഞ് അദ്ദേഹം പോയി പുഴയിൽ കുളിച്ചു. ലക്ഷ്മണനും കുളിച്ച് സന്ധ്യാവന്തനൊക്കെ കഴിഞ്ഞ് വന്ന്, എന്നാ ഉണ്ണി ലേശം ഞാനൊന്ന് കിടന്നോട്ടെ, അങ്ങേട്ടൻ കിടന്നോളൂ, ഞാൻ ഇവിടെ ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് ആ ലക്ഷ്മണൻ ഉണ്ണി പുല്ലിൻ്റെ നല്ല ദർഭയുടെ പുല്ലൊക്കെ പാറയമ്മിൽ വിരിച്ച് അതിൻ്റെ മുകളിൽ ഇല വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ അദ്ദേഹം കിടന്നത് ആ സീതാദേവിയോട് കൂടിയിട്ടേ. എന്നിട്ട് എന്താണ്ടായേ, ഞാനാണെങ്കിൽ ആ സുമന്ത്രരോട് ചോദിച്ചു, എന്താ സുമന്ത്രരെ, രാജകുമാരനല്ലേ ഉണ്ണി? സുമന്ത്രരെ ഞാനും കൂടി വർത്തമാനം പറഞ്ഞ് സങ്കടമായിട്ട്. ഉണ്ണി ഉണ്ടായിരുന്നോ കൂടി? ഏതുണ്ണി? ലക്ഷ്മണൻ ഉണ്ണി ഉണ്ടായിരുന്നു. ഉണ്ണി ഇങ്ങനെ ഓരോ കഥകൾ പറയും ശ്രീരാമചന്ദ്രസ്വാമിയുടെ. ആ കഥകൾ കേട്ട് 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 ഞങ്ങളുടെ രാത്രി നേരം വിളിച്ചായി. അങ്ങനെയുണ്ടായതേ. അദ്ദേഹം എവിടെ കിടന്നത് ചോദിച്ചു. ആ കിടന്നത് കാണിച്ചു തരാൻ വരൂ. ഞാനതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും തൊട്ട് തൊഴിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പുണ്യസ്ഥാനം ആ മരത്തിൻ്റെ ചോട്ടിൽ ആ പാറയുടെ മുകളിലാണ് കിടന്നത്. അയ്യോ, അവിടെ നോക്കിയാൽ പുല്ലൊക്കെ ഉണങ്ങി, ഇലയൊക്കെ ഉണങ്ങി, ചുരുണ്ട് മടങ്ങിയിട്ട് ഇങ്ങനെ ഈ ഉണക്കപ്പുല്ലായിട്ട് കിടക്കണ്ടേ. അവിടെ ചെന്ന് ഭരതന്, ജ്യേഷ്ഠാ എങ്ങനെ കിടന്നുറങ്ങിയ ഏട്ടനാണ് എൻ്റെ അമ്മ കാണിച്ച ദുഷ്ടത കാരണം കല്ലിൻ്റെ മുകളിൽ പുല്ല് വിരിച്ച് കിടക്കേണ്ടതായിട്ട് വന്നത്. കഷ്ടേ കഷ്ടം, ദുഷ്ടത്തെയാണല്ലോ കൈകൈ എന്ന് അങ്ങനെ നിലവിളിച്ചു. ഈ ഒരാളുടെ ദുഷ്ടത കാരണം എത്രയാളാണ് നരകിക്കണത്? എന്താ അതിനൊരു നിവൃത്തി? ഇത്ര കഠിനമാണല്ലോ അമ്മേ നിൻ്റെ മനസ്സ് എന്നാരോട് പറഞ്ഞു. കൈകൈയെ ദുഷിച്ചിട്ട് ഇങ്ങനെ വല്ലാതെ പറഞ്ഞ് അവിടുന്ന് ഈ ഗുഹന് മനസ്സിലായി. ഗുഹൻ പറഞ്ഞു, ഉണ്ണി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാൽ നേരെയാവില്ല, ഇന്നിനിപ്പോൾ ആരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞയക്കില്ല, ഒരാളും ഇവിടുന്ന് പോകാൻ പാടില്ല, എല്ലാവരും ഇവിടെ ഇരുന്ന് കഴിച്ച കൊണ്ട് നല്ലോണം ഒന്ന് ഉറങ്ങി വിശ്രമിച്ചിട്ട് വെളിച്ചാകുമ്പോൾ നോക്കാം. എങ്ങനെയാണ് ഈ ഗംഗയുടെ അപ്പുറത്തേക്ക് കിടക്കുക ഗുഹ? അതൊന്നും അങ്ങ് വിഷമിക്കേണ്ട, അതിനൊക്കെ ഇവിടെ ആളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു. എന്തിന്? ഞങ്ങൾക്ക് ഓട്ടോറിക്ഷയല്ലേ വേണ്ടു, ഇവിടെ എത്തും രാവിലെ എന്നും പറഞ്ഞു. ആ മതി എന്നും പറഞ്ഞു. പോവാനുള്ള വിദ്യയല്ലേ വേണ്ടത്, ഞാൻ ഏർപ്പാടാക്കി. പറഞ്ഞ മാതിരി അന്ന് ഗുഹൻ്റെ കൂടെ രാമൻ്റെ കഥകളൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിച്ചു കൂട്ടി. അങ്ങനെ കഴിച്ചു കൂട്ടുന്ന സമയത്ത് എന്താ ഉണ്ടായി ചോദിച്ചാൽ, ശത്രുഘ്നനുണ്ടല്ലോ കൂടെ. ശത്രുഘ്നനും ഭരതനും കൂടി ഗംഗാതീരത്ത് ശൃംഗബേരപുരത്ത് അവിടെ താമസിച്ചു. ശൃംഗബേരപുരത്ത് താമസിച്ചിട്ട് അവിടുന്ന് അവർ പിറ്റേന്ന് രാവിലെയാണ് എന്ത് ചെയ്തത്, ഗംഗ കടന്നിട്ട് അപ്പുറത്തേക്ക് പോയത്. അപ്പോൾ ഗുഹനോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, അതുകൊണ്ട് എന്തേ വേണ്ടു? പ്രഭാതേ വിമലേ സൂര്യേ കാരയിത്വാ ജടാ ഉഭൗ. അത് പറഞ്ഞപ്പം സഹിച്ചില്ല. എന്താ, ഇവിടുന്ന് ശ്രീരാമചന്ദ്രസ്വാമി പോകുമ്പം പിറ്റേന്ന് വെളിച്ചാവുമ്പം ജടയൊക്കെ കെട്ടി പേരാലിൻ്റെ കറ കൊണ്ടുവന്നിട്ടേ ജട കെട്ടി ഞാൻ ആ കറ കൊണ്ടുപോയി കൊടുത്തത്. ആര് പറഞ്ഞു? ഈ ഗുഹനെ. എന്നിട്ട് അതുകൊണ്ട് ജട കെട്ടിയിട്ട് അങ്ങനെ അവർ പുഴയും കടന്ന് അങ്ങനെ പോവുകയും ചെയ്തു. ഇത് കേട്ടപ്പോഴേക്ക് ജടയൊക്കെ കെട്ടിയിട്ടും വലിയ മരവുരി ചുറ്റിയിട്ടൊക്കെയാണ് ഏട്ടൻ പോയതെന്ന് കേട്ടപ്പം ഭരതന് വലിയ സങ്കടമായി. എന്നിട്ട് ഗുഹസ്യ വചനം ശ്രുത്വ ഭരതോ ഭൃശമപ്രിയം. കെട്ടും കേൾക്കാൻ മോഹമില്ലാത്ത വർത്തമാനം കേട്ടിട്ട് ധ്യാനം ജഗാമ. കുറച്ച് നേരം ബോധം പോയ മാതിരിയായി. അന്ധാള് ചന്തം വിട്ട് പോയി എന്ന് പറയില്ലേ, അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പം എന്തൊരു കഷ്ടമാണ്. എന്നിട്ട് അങ്ങനെ കരയാൻ തുടങ്ങിയാര്. ബോധം പോയേ മട്ടിൽ എണീറ്റിട്ട്. അപ്പോൾ കൗസല്യ ഓടി വന്നു. ഉണ്ണിയേ എന്നും പറഞ്ഞിങ്ങോട്ട് പിടിച്ച് ചേർത്തിട്ട് ദേഹത്തേക്ക് ഇങ്ങോട്ട് ചേർത്ത് പുറത്ത് തലോടിയിട്ട് തൻ്റെ ആ വേഷ്ടി തലയുണ്ട് മുഖമൊക്കെ തുടച്ച് മുടിയൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട്, എന്താ ഉണ്ണി ഇങ്ങനെ കരയണത്? എന്താ ഉണ്ണി? വയ്യട്ടോ പുത്ര വ്യാധിർന്നതേ കച്ചിൽ ശരീരം പരിബാധ. ഉണ്ണിക്ക് വയ്യായി ഒന്നുമില്ലല്ലോ ശരീരത്തിൽ, എന്തെങ്ങനെ വിറയ്ക്കണത്? അസ്യ രാജകുലസ്യാദ്യ ത്വദധീനം ഹി ജീവിതം. ഇക്ഷ്വാകു വംശത്തിൻ്റെ ജീവൻ ഉണ്ണിയുടെ കയ്യിലാണ് ഉണ്ണിയെ കിടക്കുന്നത്. അതുകൊണ്ട് ആ ജീവൻ ഉണ്ണി കളയരുത്. വംശത്തിൻ്റെ എല്ലാം കിടക്കുന്നത് എവിടെയാണ്? കുമാരൻ്റെ കയ്യിലാണ്. ത്വാം ദൃഷ്ടുവാ പുത്ര. ഉണ്ണിയെ കണ്ടിട്ടാണ് ഈ അമ്മ ജീവാമി എന്ന് ജീവിക്കണത്. ആരെ കണ്ടിട്ട്? ഭരത, ഉണ്ണിയെ കണ്ടിട്ടാ ഈ അമ്മ ജീവിക്കണത്. രാമേ സഭ്രാതൃകേ ഗതേ. രാമൻ കാട്ടിക്ക് പോയതിന് ശേഷം ഈ അമ്മയ്ക്ക് ആരാപ്പം ഉണ്ണിയായിട്ടിരിക്കണത്? ഭരതൻ ഉണ്ണിയാണ്. അതുകൊണ്ട് ഇങ്ങനെ വിഷമിക്കരുത്. വൃത്തേ ദശരഥ മഹാരാജാവ് പോയി, ഉണ്ണിയെ അറിയില്ലേ, ഞങ്ങൾക്ക് നാഥൻ ഉണ്ണിയാണ് എന്നൊക്കെ പറഞ്ഞ് കൗസല്യക്ക് ഇപ്പം ആരന്നെയാണ്? ഇപ്പം രാമൻ. ഭരതൻ തന്നെയാണ് രാമൻ, രാമൻ തന്നെയാണ് ഭരതൻ. അത് പണ്ടും അങ്ങനെയായിരുന്നു. കൈകൈക്ക് ഇങ്ങനെയായിരുന്നു. പക്ഷെ മറ്റേ മരുന്ന് കൈവശം ആരുടെ? മന്ധര കൈവശം കൊടുക്കുന്നത് വരെ
ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. അതാണ് എന്തല്ലേ ചെയ്യണത്. അതുകൊണ്ട് കച്ചിന്ന ലക്ഷ്മണേ പുത്ര, ഉണ്ണിയെ പരിഭ്രമിക്കരുത്, വിഷമിക്കരുത്. കൗസല്യ ഇങ്ങനെ പുറത്ത് തലോടി ആശ്വസിപ്പിച്ചു. അങ്ങനെ ഈ അമ്മയുടെ സാന്നിധ്യം കൊണ്ട്, കൗസല്യമ്മയുടെ സാന്നിധ്യം കൊണ്ട് എന്ത് വന്നു, ഒരാശ്വാസമൊക്കെ ഉണ്ടായി എന്നാ പറയുക. അങ്ങനെ എന്താ ഉണ്ടായത്? ശ്രീരാമൻ ഒന്നും കഴിച്ചില്ല. ലക്ഷ്മണൻ കൊണ്ടുവന്ന് ഇത്തിരി വെള്ളയെ കുടിച്ചുള്ളൂ എന്നൊക്കെ ആര് പറഞ്ഞ് പൂർത്തിയാക്കി? അത് പറയുന്നതിനിടയ്ക്കല്ലേ ബോധം കെട്ടുപോയത്. അത്രേ ഉണ്ടായുള്ളൂ. കാലൊഴുകിച്ച ഏട്ടൻ്റെ തൃപ്പാദം തൊഴുതിട്ട് അന്ന് ഉണ്ണി ഞങ്ങളുടെ കൂടെ വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്നു നേരം വെളിച്ചാവണത് വരെ. എന്നിട്ട് അവർ പോയത്. അങ്ങനെ ആ വർത്തമാനമൊക്കെ കേട്ട മനസ്സിടിഞ്ഞ മട്ടിൽ ഭരതൻ അന്ന് എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടി. പിറ്റേന്ന് രാവിലെ അവരെല്ലാവരും കൂടി പുറപ്പെടാനായിട്ട് പോയി. ഇപ്പം ഇവർ ആദ്യം വന്നപ്പോൾ 3 ആളെ കൊണ്ടുപോകാൻ ഒരു തോണിയേ വേണ്ടു. ഇപ്പം ഇവരാണെങ്കിലോ ചതുരംഗിണി സേനയുണ്ട്, പിന്നെ അമ്മമാര് ഋഷിമാരെല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ പോണ സമയത്ത് ധാരാളം വാഹനം വേണ്ടേ? അതല്ലേ ഉണ്ടായത്. പിറ്റേന്ന് ഇവര് രാവിലെ ഭരതനും ശത്രുഘ്നനും ആ ഗുഹൻ്റെ നാട്ടിൽ എവിടെയോ ഒരു ദിക്കിൽ ആ പാറയുടെ അടുത്ത് എവിടെയോ കിടന്ന് ഉറങ്ങി. ഭരതനാണെങ്കിൽ ഉറക്കം വരണമില്ല. ഭരതൻ നേരത്തെ ചാടി എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു? ഭരത കല്യമുത്തായ ശത്രുഘ്നം ഇതം അബ്രവീത്. ഭരതൻ വേഗം ചാടി എണീറ്റ കല്ലിൻ്റെ മുകളിൽ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? ശത്രുഘ്ന ഉത്തിഷ്ഠ കിം ശേഷേ. എന്തുണ്ണി ഉറങ്ങി ഇങ്ങനെ ഗതികലി കഥ കേട്ട് ഉറങ്ങണത്? വേഗം വിളിക്കൂ. ആരെ? നമ്മുടെ ഈ നിഷാദാധിപതിം ഗുഹനെ വിളിക്കൂ, നമുക്ക് പോണ്ടേ. എന്താ ഉറങ്ങുക അവിടെ? എന്തുണ്ണി? ആര് ചോദിച്ചു? ഭരതൻ ചോദിച്ചു. ശത്രുഘ്ന ഉണ്ണിയെ ആരെ വിളിച്ചു? അടുത്ത കിടക്കണ അനിയനെ വിളിച്ച്. അപ്പൊ ശത്രുഘ്നാണെങ്കിലോ ശത്രുഘ്നൻ പറഞ്ഞു, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ ഇവിടെ വെറുതെ ഇങ്ങനെ കിടക്കണേ. അതല്ലേ ജാഗർമിനാഹം, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയാനല്ലേ ഉണരണ്ടു. ഏട്ടൻ നീട്ടൊക്കെ ഇഷ്ടമുണ്ട്, ഞാൻ കണ്ടു. അതല്ലേ ജാഗർമിനാഹം സ്വപിമി തഥൈവാര്യം വിചിന്തയൻ. ഞാൻ ആ ഗുഹം പറഞ്ഞ വർത്തമാനം കേട്ടിട്ട് വലിയേട്ടൻ ഇങ്ങനെ നിരീക്കായിരുന്നു. അതിങ്ങനെ ആലോചിച്ച് അപ്പം അറിയുമ്പോൾ അങ്ങനെ കിടന്നതാ. ഉറങ്ങിയിട്ടില്ലേ? ലവലേശം ഉറങ്ങിയിട്ടില്ലേ? അതുണ്ടായത്. ഇത്യേവമബ്രവീൽ ഭ്രാത ശത്രുഘ്നോപി പ്രചോദിത. അപ്പം ശത്രുഘ്നനും പറഞ്ഞ മറുപടി ഇങ്ങനെ വെച്ചാൽ അർത്ഥം രാമൻ്റെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ലക്ഷ്മണൻ്റെ ഒക്കെ മനസ്സൊക്കെ ഏതാണ്ട് ഭാവം സമ്പ്രദായം ഒക്കെ ഒരേ മട്ടാണ്. ശരി, എന്നാൽ നമുക്ക് പെട്ടെന്ന് എണീറ്റ് കുളി സന്ധ്യാവനൊക്കെ കഴിച്ചു. അവരെ വേഗം വിളിക്കൂ. ആരെ? ഗുഹനെ വിളിക്കാനൊന്നും നിൽക്കണ്ട. ഗുഹന അപ്പോഴേക്ക് വന്നു. ഗുഹനാണെങ്കിൽ വന്നത് എങ്ങനെയാന്ന് വെച്ചോണ്ടോ? അതല്ലേ പറഞ്ഞത്, അനവധി പഞ്ചനാവാം ശതാന്യേവ. ചെതാർത്ഥം നാവാം പഞ്ചശതാനി. നാവാം തോണികളുടെ ഒരു 5 ശതം 500 തോണിയാണ് കൊണ്ടുവന്നത്. അമ്പോ, ആള് കുറേ ഉണ്ടേ, കുറേ ആൾക്കാരില്ലേ. 500 തോണിയാര് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നന്നായി എന്ന് ഈ അവരുടെ ആൾക്കാരുടെ ഒന്ന് പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ നന്നായി. എന്താ കാരണം? എല്ലാവരും സ്ഥലത്തുണ്ട്, അതുകൊണ്ട് തോണി തുഴയാനൊക്കെ ആളുണ്ട്. അങ്ങനെ 500 തോണിയിൽ ഇവരെ ഈ ഗംഗയുടെ അപ്പുറത്തെ കരയിലേക്ക് കടത്തി വിട്ടതിൻ്റെ ശേഷം തോണിക്കാർ തിരിച്ചു പോരുമല്ലോ. ഈ തിരിച്ചു പോരുന്ന സമയം ഭരതനാണെങ്കിൽ മനസ്സ് കെട്ടിട്ടാ പോണത്. ഏട്ടൻ കഷ്ടത്തിലായി, ഏട്ടനെ കാണാൻ പോവില്ലേ നരകിച്ചിട്ട് വല്ലാത്ത വിഷമമുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഈ പണിക്കാർ തോണി തുഴയണവർ അങ്ങോട്ട് പോകുമ്പോൾ തോണി നിറയെ ആളുണ്ടാവും. അവരെ അപ്പുറത്തെ കരയിൽ ഇറക്കിയിട്ട് തിരിച്ചു പോരുമ്പോൾ ആരുണ്ടാവും തോണിയിൽ? ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഈ തോണി കൊത്തി തുഴയണവർ ഒറ്റയ്ക്കൽ. ഇവർ ചെയ്ത പണി എന്താണെന്നറിയോ? തസ്മ ഗത്തു അവരം തീരം അവരോപ്യചതം ജനം. ഇക്കണ്ട ഭരതന്റെ ആൾക്കാരെ മുഴുവൻ തോണി കയറ്റിയിട്ട് അപ്പുറത്തെ കരയിൽ എത്തിച്ചതിൻ്റെ ശേഷം തിരിച്ചു പോരുമ്പോൾ നിവൃത്താഹ തിരിച്ചു പോരുമ്പം കണ്ഠചിത്രാണി ക്രിയന്തേ ദാശബന്ധുഭി. ഇവരെന്ത് ചെയ്തു? കണ്ഠചിത്രാണി. എന്ത് കണ്ഠചിത്രാണി പറഞ്ഞാൽ അതൊരു അഭ്യാസ. എന്താ അഭ്യാസം? തോണിയുടെ ഒരു തല കുത്തി നിർത്തിയിട്ട് മറ്റേ തല ഇങ്ങനെ തിരിക്കുക എന്നാണ്. മനസ്സിലായില്ല? തോണിയുടെ ഏതെങ്കിലും ഒരു അറ്റത്താവൂല തുഴയണോനിരിക്കുക. ആ തുഴയണോനെ ഇരിക്കണതിക്ക് ഈ കഴുക്കോലുണ്ടാവേ. കഴുക്കോൽ ഇങ്ങനെ പുഴയിൽ കുത്തി വെച്ചിട്ട് തോണി ഇങ്ങനെ, അത് അഭ്യാസമാണ്. ആൾക്കാരുണ്ടാവുമ്പം തിരിച്ചാൽ ഓരോന്ന് എണ്ണം കുറയും. അതാണ് തിരിച്ചു വരുമ്പോഴാണ് എന്ത് ചെയ്തത്? കണ്ഠചിത്രാണി പറഞ്ഞൊരു ഒരു കളിയണേ. കളിച്ചാലൊരു നമ്മൾ വള്ളംകളി എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ തോണി ഇങ്ങനെ തുഴയണ വേഗത്തിൽ ഈ ഓരോ ദിക്കിൽ തെക്കോട്ടൊക്കെ പോയാൽ ആലപ്പുഴ ഭാഗത്തേക്ക് പോയാൽ വള്ളംകളി എന്ന് കേട്ടിട്ടില്ലേ? അതേ ജാതിയിലെ ഒരു സമ്പ്രദായത്തിൽ കണ്ഠചിത്രാണി അഭ്യാസികൾ ആയ ഈ മുക്കുവന്മാരെ അഭ്യാസം കാണിച്ചു. എന്തിനാ ഇഷ്ടമുണ്ടോ? ഈ പുഴയുടെ അപ്പുറത്തിരിക്കണവർ മനസ്സ് വേവലാതിപ്പെട്ടിരിക്കല്ലേ. അവർ ഈ പരിപാടിയൊക്കെ കണ്ടാൽ എന്തുണ്ടാവും? ആയ് അസലായി, ആയ് അങ്ങോട്ട് നോക്കൂ, ആയ് ഇവിടെ നോക്കൂ, മറ്റവൻ്റെ തിരിക്കല്, ആയ് ഇപ്പൻ്റേത് ഇങ്ങനെ പറയുമല്ലോ. 500 ആൾ 500 ജാതി തിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും?
ഈ വന്നവരെ മാനസികമായി ക്ഷീണിച്ചവരെ ഒന്ന് ഉണർത്താനായിട്ട് ദാശമൂപ്പനായ ഗുഹൻ്റെ ആളുകൾ ചെയ്ത ഒരു തരം സന്തോഷ പ്രക്രിയകളാണ് ഈ പറഞ്ഞതെന്ന് അർത്ഥമൊക്കെ ചെയ്തു. അതൊക്കെ ചെയ്ത് അവരെന്ത് ചെയ്തു? അവരങ്ങനെ പോയി നടന്ന് പോയി എവിടെ എത്തി? പോണ വഴി നമ്മുടെ ദേഹം മുമ്പിലുണ്ടല്ലോ. ആര്? സുമന്ത്രയ്ക്ക് കുറേശ്ശൊക്കെ നിശ്ചണ്ടവർ കയറിപ്പോയ ഇടവഴിക്ക് അറിയാലോ, എങ്ങനെ പോയില്ലെങ്കിലും സുമന്ത്ര എല്ലാവരും തപ്പിപ്പിടിച്ച് പോന്ന് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അവിടെ ഗംഗാ യമുന സംഗമസ്ഥാന സമീപത്ത് പ്രയാഗ എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് ആരെ കണ്ടു? ഭരദ്വാജ ആശ്രമത്തിൽ ചെന്നേ. ഭരദ്വാജ ആശ്രമത്തിൽ എല്ലാവരും കൂടി ഇങ്ങനെ ചെന്ന് കയറിയ സമയത്ത് ഭരദ്വാജ മഹർഷിക്കും ഒരു ശങ്ക. എന്ത് ഭരദ്വാജ മഹർഷിനൊന്നും മിണ്ടിയില്ല. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. ഭരദ്വാജ മഹർഷി വസിഷ്ഠ മഹർഷിയെ കണ്ടപ്പോൾ മുമ്പിലുണ്ടല്ലോ അദ്ദേഹം, വസിഷ്ഠരെ. അപ്പോൾ ഒരു സമാധാനമായി. വസിഷ്ഠരെ കണ്ടപ്പോൾ അദ്ദേഹം എഴുന്നേറ്റിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു അർഘ്യപാദ്യാദികൾ കൊണ്ടുവരാൻ പറഞ്ഞു. എന്തിനും അദ്ദേഹത്തിൻ്റെ കാലഴിയിക്കാനേ. വസിഷ്ഠരെ കാലഴിച്ച് കൊണ്ടുവന്ന് നല്ലോണം പീഠത്തിലിരുത്തി നമസ്കരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് എല്ലാവരും എത്തിയപ്പോഴേക്ക് ഭരതനൊക്കെ മുമ്പിലുണ്ട്, വസിഷ്ഠൻ്റെ ഒപ്പത്തിനൊപ്പമുണ്ട്. ഇങ്ങോട്ട് വന്നപ്പം ചോദിച്ചു കിമിഹ ആഗമനേ കാര്യം. എന്താണ്ടായത്? അദ്ദേഹം ഈ ഭരദ്വാജ മഹർഷിയുടെ വർത്തമാനം ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഭരദ്വാജ മഹർഷി അടുത്തേക്ക് ചെന്നിട്ട് ഈ ഭരതനോട് ചോദിച്ചു ഓരോ വർത്തമാനങ്ങൾ. അയോധ്യയിലൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. ബലേ കോശേ, സൈന്യത്തിൻ്റെ സന്നാഹങ്ങൾ, കോശം ഖജനാവൊക്കെ നന്നായിട്ടിരിക്കണില്ലേ ചോദിച്ചു. മിത്രേഷു അഭി, സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ സുഖമായിട്ടിരിക്കണില്ലെന്ന് കുശലം ചോദിച്ചു. ഒടുക്കം എന്തേ ചോദിച്ചില്ല? ജാനൻ ദാശരഥം വൃത്തം നരാജാനമുദാഹരൽ, രാജാവിൻ്റെ വർത്തമാനം നിശ്ചയുള്ളതുകൊണ്ട് അത് ചോദിച്ചില്ല എന്നും പറഞ്ഞു. ഏത് വർത്തമാനം? സാധാരണ നമ്മൾ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാര്യം ചോദിച്ചില്ല. ആര് ചോദിച്ചില്ല? എന്താണ്? ജാനൻ ദാശരഥം വൃത്തം, ദശരഥ രാജാവിൻ്റെ സമ്പ്രദായം എന്താണ്ടായ നിശ്ചയം ഉണ്ടാവുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചില്ല. എന്തല്ല അന്തസ്. നമ്മൾ ചിലതൊന്നും ചില സമയത്ത് ചിലരോട് ചോദിക്കരുത്. ചിലർക്ക് വല്ലാതെ വിഷമം ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയെ നമുക്കും നിശ്ചയം ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടായിന്ന്. പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ച് അദ്ദേഹത്തിന് ഇപ്പം എന്താ ഇപ്പം ഉണ്ടായി? അപ്പുറത്തെ വീട്ടിലൊരു കുട്ടി ആരുടെ കൂടെ ഓടിപ്പോയി. എന്താ ചെയ്യുക? അമ്മയും അച്ഛനൊക്കെ വല്ലാതെ വിഷമിച്ച് ക്ലേശിച്ചിരിക്കുക. അവരൊക്കെ എന്ത് കുറ്റം പറയുന്നുണ്ടോ? ആർക്കായാലും വേദനയല്ലേ? 10, 20, 25 വയസ്സായ ഒരു കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം വല്ലാത്ത വിഷമാണ്. അപ്പം എന്താ, അവനെ ഉണ്ടിട്ടില്ല, ആരും ഉറങ്ങണില്ല, മരിച്ച വീട് പോലെ അവിടെ. എന്താ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല വിഷമം. അപ്പം അടുത്തുള്ളവരൊക്കെ ചെന്നിട്ട് കഴിക്കോ കമലാക്ഷിയമ്മേ എന്നൊക്കെ പറഞ്ഞാൽ അവർ കഴിപ്പിക്കണം കുടിപ്പിക്കണമൊക്കെ അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അപ്പം ഇതൊക്കെ നിശ്ചല അപ്പുറത്തെ വീട്ടിലെ വേറൊരു അമ്മയുണ്ട്. അമ്മൂട്ടിയമ്മ വന്നിട്ട് ചോദിച്ചു, കമലാക്ഷി ഏതെൻ്റെ മോള് പോയില്ലേ? വല്ലാത്ത ജാതി, ആ കള്ളൻ്റെ കൂടെ തന്നെ പോയില്ല. എന്താ അല്ലേ ചെയ്യൊരു വിവരവും ഇല്ലല്ലേ കുട്ടികളൊക്കെ ഒന്ന്. അങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ തന്നെ അനുഭവിക്കണ്ടേ കമലാക്ഷിയെ? നീ പണ്ട് ചെയ്തതൊക്കെ ആലോചിക്കുമ്പോൾ കമലാക്ഷിയമ്മയ്ക്ക് എങ്ങനെ ഉണ്ടാവും? സന്തോഷം ഉണ്ടാവില്ലേ? പാവം. അത് ഇല്ലെങ്കിൽ തന്നെ ഇവിടെ പുണ്ണായിട്ടിരിക്കുകയാണ് മനസ്സ്. അതിൻ്റെ ഇടയ്ക്കാണ് ഉപ്പ് തേക്കാൻ ആര് വന്നത്? ഈ ജാതി ജന്തുക്കളൊന്നും പോരുതിട്ട് എവിടേക്കും. ചില ഭാഷ മഹാമോശാണ്. വർത്തമാനം പറയാനൊന്നും അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നാൽ മതി എല്ലാവരും. ശരിയല്ലേ ഇത്? അപ്പം നമ്മൾ എന്ത് ചെയ്യരുത്? ചില ദുഃഖമുള്ള വർത്തമാനമാണെങ്കിൽ അത് നമ്മൾ കുത്തി നമുക്കറിയാതെ അത് ചോദിക്കരുത് അവരോട്. എന്താ വെച്ചാൽ അവരത് ചോദിക്കുമ്പം അവരത് വീണ്ടും സ്മരിച്ചിട്ടത് വിശകലനം ചെയ്തിട്ട് വേണം വിശദീകരിച്ച് പറയും. എന്തിന്? വല്ല ആവശ്യമുണ്ടോ? ഈ വിവരം അറിയാനാണ് നമ്മളത് അറിഞ്ഞതാ. പിന്നെ ഇവരെ കുത്തി വേദനിപ്പിക്കാനല്ലേ ചോദിക്കണത്? ചോദിക്കാൻ പാടില്ല. ഭാഷ വർത്തമാനം പറയുമ്പോഴൊക്കെ ഒരു സമ്പ്രദായം വേണം. ഇത് നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമല്ല, എന്ത് വേണമെന്നറിയുമോ? ഇപ്പോൾ വല്ലവരും ദണ്ണം കാണാനൊക്കെ പോയില്ലേ? വല്ല ആസ്പത്രിയിലൊക്കെ വയ്യാണ്ട കിടക്കുമ്പോൾ നമ്മൾ പോകും. എന്തിനായി പോണത്? വയ്യാണ്ട കിടക്കുമ്പോൾ എങ്ങനെയായാലും നമുക്കൊരു ക്ഷീണം മനസ്സിനും ഉണ്ടാവും. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഞാൻ ഇപ്പോൾ നാളെ ചിലപ്പോൾ മരിക്കും, ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മരിക്കും. ആസ്പത്രിയിൽ പോയിരൊക്കെ മരിക്കല്ലേ പതിവ് അല്ലേ? അങ്ങനെയൊന്നും അല്ല നമുക്ക്. എന്നാൽ നമ്മളങ്ങോട്ട് വല്ലാതെ മനസ്സ് കെട്ടിട്ടാവും കിടക്കട്ടെ, നിസ്സാരായ വയ്യാവും. എന്നാലും നമ്മൾ വിചാരിക്കും മരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ വയ്യായുള്ളവരാണെങ്കിലും നമ്മൾ ആരെങ്കിലുമൊക്കെ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ എന്താ പറയണം? ആ വയ്യായുള്ള ആളെ ചെന്ന് കാണുമ്പോൾ എന്താ പറയേണ്ടത്? ഇപ്പൊക്കെ നല്ല മാറ്റമുണ്ടല്ലേ, മുഖമൊക്കെ കണ്ടിട്ട് അമ്പോ സുന്ദരനായിട്ടുണ്ട്, മരുന്ന് കഴിക്കണ്ടല്ലേ, നാളെയും മറ്റന്നാൾ നമ്മൾക്ക് പോരാട്ടോ, ഞാൻ വരുമ്പോൾ പേടിച്ചിട്ടാ വന്നത്, ഒരു കുഴപ്പമില്ല, പണ്ടത്തേനേക്കാളും എന്താ തേജസ്സാ, കണ്ണൊക്കെ നല്ല തിളക്കണ്ടേ,
അപ്പോൾ ഈ വയ്യാതെ കിടക്കുന്ന രോഗി ഇന്ന് ചാവാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യും? മറ്റന്നാളേക്ക് മാറ്റും. അത് എന്താ കാരണം? ഇന്നിനിപ്പോൾ എന്തായാലും നേരമില്ല, ശരിയല്ലേ? നമുക്ക് അപ്പോൾ ആ കയക്കനാക്കി എന്ത് തോന്നി? എനിക്ക് എന്നും ഇങ്ങനെ കാണുകൊണ്ടാവും ഇവർക്കൊന്നും തോന്നാത്തതേ. ഇയാൾ ആദ്യമായിട്ട് കാണുകൊണ്ട് മാറ്റണ്ട്. അപ്പം മാറ്റണ്ടില്ലേ? ഉവ്വേ നല്ലോണം മാറ്റണ്ട. മരുന്ന് നന്നായി ഫലിക്കണ്ട കേട്ടോ. നേരത്തിന് കഴിച്ചോളൂ, തെറ്റിക്കരുത്, കൃത്യമായിട്ട് കഴിച്ചോളൂ. ആഹാരമൊക്കെ നല്ല കഴിക്കണില്ലേ? കഴിക്കേണ്ട. അതന്നെയാണ് നല്ലൊരു ശരീരമൊക്കെ നല്ല വണ്ടത്തിനേക്കാളും എനിക്കിങ്ങനെ തോന്നണോ? വയ്യായ ഉണ്ടെന്നൊന്നും തോന്നില്ല കേട്ടോ. ഉവ്വില്ലേ? അങ്ങനെയാ. അപ്പോൾ നമ്മൾ നല്ല നല്ല വർത്തമാനം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്താ ഉണ്ടായി? ഒരു ആത്മവിശ്വാസം ഉണ്ടായി. താൻ എന്താ ഇനി ഇങ്ങനെ മാറി മാറി നല്ല മട്ടിലേക്ക് ആവുകയാണെന്നൊരു ഈ ആത്മവിശ്വാസം അദ്ദേഹത്തിന് എന്തിനു ഉപകരിക്കും? മനസ്സ് ശാന്തായി, വെപ്രാളം പോയി. അപ്പോൾ മരുന്ന് നല്ലോണം ഫലിക്കും.